നീലേശ്വരം മടിക്കൈ റോഡിലെ ചിറപ്പുറത്ത് വർഷങ്ങൾ പഴക്കമുള്ള കൂറ്റൻ മരങ്ങൾ അപകട ഭീഷണി ഉയർത്തുന്നു. ഇവ മുറിച്ചു മാറ്റിയില്ലെങ്കിൽ ഏത് നിമിഷവും ദുരന്തത്തിന് സാക്ഷിയാകേണ്ടി വരുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. This news sponsored by Bobby Chamanur International Jewelers, traditionally trusted for 162 years. ബസ്സുകൾ ഉൾപ്പെടെ ദിവസേന ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡരികിലാണ് വലിയ മരങ്ങൾ അപകടാവസ്ഥയിലുള്ളത്. മാത്രമല്ല, വീടും നിരവധി കച്ചവട സ്ഥാപനങ്ങളും ഈ മരങ്ങൾക്ക് സമീപത്തായുണ്ട്. പുതുക്കൈ റോഡ് ജംഗ്ഷനിൽ തന്നെയാണ് ഈ മരങ്ങൾ ഉള്ളതെന്നതും അപകടഭീതി വർദ്ധിപ്പിക്കുന്നു. കഴിഞ്ഞ വർഷം മഴയത്ത് മരത്തിൻ്റെ കൂറ്റൻ കൊമ്പുകൾ പൊട്ടി വീണിരുന്നു. രാത്രിയിൽ വാഹനങ്ങളുടെ പോക്കുവരവ് കുറഞ്ഞ സമയത്തായതിനാലാണ് അന്ന് അത്യാഹിതം ഒഴിവായത്. ഏതു നിമിഷവും മുറിഞ്ഞോ മറിഞ്ഞോ വീഴാവുന്ന ഈ മരങ്ങൾ എത്രയും വേഗത്തിൽ മുറിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് നീലേശ്വരം നഗരസഭാ കൗൺസിലർ PV സുരേഷ് ബാബു അഞ്ഞൂറ്റാൻ വൈദ്യുതി വകുപ്പ് അധികൃതർക്കും പൊതുമരാമത്ത് വകുപ്പിനും നഗരസഭാ ചെയർമാനും പരാതി നൽകിയിട്ടുണ്ട്. നീലേശ്വരം മുനിസിപ്പാലിറ്റിയിലെ പാലക്കാട്ട് 5-ാം വാർഡ് പ്രദേശത്ത് ഹെഡ് ഡോക്ടർ മുമ്പിൽ പൂമരം തീരെ ഉറപ്പില്ലാത്ത മരമാണ്. ഇത് കുറെ വർഷങ്ങൾക്ക് മുമ്പേ നമ്മൾ നിവേദനം കൊടുത്തതാണ് PWD. അതേപോലെ തന്നെ ഇലക്ട്രിസിറ്റി അവർ ഇവിടെ HV ലൈൻ പോകുന്നുണ്ട്. ആ ലൈൻ പോകുന്ന ട്രാൻസ്ഫോമർ ഉണ്ട്. അതുകൊണ്ട് അവർ ഇത് മുറിച്ച് ലൈൻ ഓഫാക്കാതെ ഇത് മുറിക്കാൻ പറ്റൂല എന്നൊരു അവസ്ഥയിൽ 2 വിഭാഗക്കാർക്ക് നമ്മ നിവേദനവും കാര്യങ്ങളും 100-180ഓളം ജനങ്ങൾ ഒപ്പുവെച്ചുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. എന്നാലും ഇത് പരിഹരിക്കാൻ തയ്യാറായിട്ടില്ല. അങ്ങനെ 2-3 പ്രാവശ്യമായി കൊടുക്കുന്നത്. അവസാനം നീലേശ്വരം മുനിസിപ്പൽ ചെയർമാന്റെ കവറിംഗ് ലെറ്റർ അടക്കം ചെയർമാൻ അടക്കം ബന്ധപ്പെട്ടുകൊണ്ട് ഇത് ആവശ്യപ്പെടുകയുണ്ടായി. അപ്പോൾ ആദ്യം ഇലക്ട്രിസിറ്റിക്കാർ പറഞ്ഞത് നമുക്ക് ഇതിന്റെ ലൈൻ മാറ്റാൻ വേണ്ടിയിട്ട് 10-17,000 രൂപ തോതിൽ ഇതിന് ചെലവ് വരും, അത് നിങ്ങൾ തരണം എന്നുള്ള രീതിയിൽ പറഞ്ഞു. രണ്ടാമത് PWDക്കാർ വന്നിട്ട് പറഞ്ഞു ലൈൻ അയക്കാതെ ഇത് ആക്കാൻ പറ്റൂല. ഇപ്പൊ നിരന്തരം ഈ മഴക്കാലമായതുകൊണ്ട് നിരന്തരം എല്ലാ റോഡ് സൈഡുകളിലും ഇങ്ങനെ വളരെ അപകടം വരുന്നുണ്ട്. ഇനിയിപ്പോ കനിവ് എന്ന ഒരു അംഗവൈകല്യയുടെ കുട്ടികൾ സ്കൂളടക്കം ഉണ്ട്. അപ്പൊ ഇതിലെ കൂടി കടന്നു പോകുന്നു. നിരന്തരം 100 വാഹനങ്ങൾ നിരന്തരം ഇതിലേക്ക് കടന്നു പോകുന്ന പ്രദേശമാണ്. ഇത് എപ്പോ പൊട്ടി പോകുന്നതിന്റെ ഇതിന്റെ വേരുകളൊന്നും അടിയിൽ നിന്ന് പൊന്തി ഉള്ള അവസ്ഥയായില്ലത്. എപ്പോ പൊട്ടി വന്ന് വളരെ ഒരു അപകടം വരുന്ന ഒരു അവസ്ഥയായതുകൊണ്ട് ജനങ്ങളെല്ലാം ഒരു രീതിയിൽ ഈ പ്രദേശത്തെ എല്ലാവരും രീതിയിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇടപെട്ടുകൊണ്ട് ഇന്ന് അവസാന ഘട്ടത്തിൽ എല്ലാ മുനിസിപ്പാലിറ്റിയും നമ്മൾ ഈ വാർഡിലെ ജനങ്ങളും എല്ലാം ഇടപെട്ടുകൊണ്ട് നേതൃത്വത്തിൽ ഇപ്പോൾ മുറിക്കാമെന്നുള്ള രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. അത് ഇന്നലെ വന്നിട്ട് എല്ലാവരും മടങ്ങി പോയിട്ടുണ്ട്. അത് PWDക്കാർ എത്താതെ കൊണ്ടാണ് അതിന്റെ കോൺട്രാക്ടർകാർ. അതുകൊണ്ട് തിങ്കളാഴ്ച മുറിക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. മുറിച്ചിട്ടെങ്കിൽ ഇത് വളരെ അപകടം വരുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ എപ്പോൾ എന്ത് അപകടം വന്നാലും വളരെ അത് ബിൽഡിങ്ങും പോകും. അതേപോലത്തെ ജനങ്ങൾക്ക് ഭീഷണിയുള്ളതാണ്. അത് നിർബന്ധമായിട്ടും ഇത് കേരളത്തിൽ മൊത്തം ഇപ്പോൾ വാർത്തകൾ നോക്കിയാൽ എല്ലാ പ്രദേശത്തും ഇതുപോലെ മഴക്കാലത്ത് റോഡ് സൈഡിൽ അനാവശ്യമായ ഇത് പൂമരം എന്ന് പറഞ്ഞാൽ ബലമില്ലാത്ത ഒരു മരമാണ്. എപ്പോൾ പൊട്ടി പോകുമെന്ന് പറയാൻ കഴിയില്ല. കൊമ്പുകൾക്ക് മഴവെള്ളം പോകുമ്പോൾ തൂക്കം വരികയും ഒരു ഭാഗത്ത് പൊരിഞ്ഞു പോകുന്ന അവസ്ഥയുണ്ട്. കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ട് കുറെ ജീവൻ പോയി. അതുകൊണ്ട് അടിയന്തരമായിട്ടും ഇതിന് പരിഹരിക്കണം എന്നുള്ളതാണ് കൗൺസിലർ എന്ന രീതിയിൽ എനിക്ക് ആവശ്യപ്പെടാൻ. കഴിഞ്ഞ വർഷം മരക്കൊമ്പുകൾ പൊട്ടി വീണപ്പോൾ തന്നെ നാട്ടുകാർ പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പൊതുമരാമത്ത് വകുപ്പ് അധികാരികൾ സംഭവസ്ഥലത്ത് സന്ദർശനം നടത്തിയിരുന്നുവെങ്കിലും തുടർ നടപടികളൊന്നും ഉണ്ടായില്ല. ഇനിയും ഈ മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിൽ അമാന്തം കാണിച്ചാൽ അധികം വൈകാതെ തന്നെ വലിയൊരു ദുരന്തത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വന്നേക്കാമെന്ന ആശങ്കയിലും ആധിയിലുമാണ് ഇന്നാട്ടുകാർ. ന്യൂസ് ബ്യൂറോ, നീലേശ്വർ.